കേരളത്തിൽ മാസപ്പിറവി കണ്ടതിന് പിന്നാലെ ന്യൂസ് മലയാളം പ്രേക്ഷകർക്ക് പെരുന്നാൾ ആശംസകൾ നേർന്ന് മത മേൽ അധ്യക്ഷന്മാരും സാമുദായിക നേതാക്കളും നന്മയുടെയും ദാനധർമ്മത്തിന്റെയും സ്നേഹത്തിന്റെയും ചെറിയ പെരുന്നാൾ ആശംസിച്ച് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ഹുസൈൻ മടവൂർ തുടങ്ങിയവർ. ന്യൂസ് മലയാളം പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയംഗമായ പെരുന്നാൾ ആശംസകൾ നേരുന്നു. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന ഒരു സുദിനമായിട്ട് നമുക്ക് നമ്മുടെ പെരുന്നാൾ ദിനത്തെ കാണുവാൻ സാധിക്കും. ഒരു മാസക്കാലത്തെ കഠിന വ്രതത്തിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും കടന്നു വന്നുകൊണ്ടാണ് ചൊവ്വാൽ 1 പെരുന്നാളിൻ്റെ ആ ഒരു പുലരിയിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. ഇഫ്താർ ചടങ്ങുകളിൽ എല്ലാവരും ജാതി മത കക്ഷി ഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളും കൂടിച്ചേർന്നിരുന്നു കൊണ്ട് പങ്കുവച്ചിട്ടുള്ള സ്നേഹ സാഹോദര്യങ്ങൾ അതിൻ്റെ ഒരു ആവർത്തനം കൂടിയായിട്ട് നമുക്ക് പെരുന്നാളിൻ്റെ ആഘോഷത്തെയും പെരുന്നാൾ വിരുന്നുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. മറ്റ് തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും ഇവിടെ സന്തോഷവും സ്നേഹമൊക്കെ പകർത്താനൊക്കെ അതിനുള്ള ഒരു വഴിയാവട്ടെ ഈ പെരുന്നാളിന് എല്ലാവരോടും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും ഒക്കെ എല്ലാവിധ പെരുന്നാൾ ആശംസകളും എല്ലാ ജനങ്ങൾക്കും നേർന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാധാരണക്കാർക്ക് മറ്റുള്ള എല്ലാവരെക്കാളും ഉപകാരപ്പെടുത്തുന്ന വിധത്തിൽ പ്രവർത്തിക്കണമെന്ന് ന്യൂസ് മലയാളത്തിൻ്റെ പ്രവർത്തകരോട് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ന്യൂസ് മലയാളത്തിൻ്റെ പ്രേക്ഷകരെ ഞാൻ അഭിനന്ദിക്കുകയും എല്ലാവർക്കും ഈദുൽ ഫിത്റിൻ്റെ ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, ചെറിയ പെരുന്നാൾ മാസം കണ്ടു. സത്യവിശ്വാസികൾ സന്തോഷിക്കുന്നു, മറ്റുള്ളവരോട് സ്നേഹം പങ്കുവയ്ക്കുന്നു, സലാം പറയുക, മുസാഫഹത്ത് ചെയ്യുക, സ്നേഹം പങ്കിടുക, ഇതെല്ലാം ചെയ്തുകൊണ്ട് ഈ ഒരു പുണ്യരാത്രിയെ നാം വളരെ ഭക്തി നിർഭരമായ സന്തോഷപ്രകടനമാണ് നടത്തേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും തൗഫീഖുകൾ നൽകട്ടെ. ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒരുമിച്ചുകൊണ്ട് നോമ്പ് തുറക്കുന്ന വേദികളിൽ സദസ്സുകളിൽ സന്നിഹിതരായി പരസ്പരം സ്നേഹം പങ്കിട്ടു. അങ്ങനെയുള്ള സ്നേഹം പങ്കുവെപ്പിൻ്റെ ഒരു ആഘോഷം കൂടിയായിട്ട് നമ്മുടെ ഇഫ്താറുകൾ എന്നതുപോലെ നമ്മുടെ ഈദുൽ ഫിത്റും മാറണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള ഈദുൽ ഫിത്ർ ആശംസിക്കുകയാണ്. എല്ലാവരും ഈ മാസത്തോടുള്ള ഒരു ബഹുമാനവും ഈ വ്രതാനുഷ്ഠാനത്തോടുള്ള ഒരു പാരസ്പര്യവും നിലനിർത്തിക്കൊണ്ടുള്ള ഇഫ്താർ പാർട്ടികൾ നടത്തി, മുഖ്യമന്ത്രി നടത്തി, പ്രതിപക്ഷ നേതാവ് നടത്തി, പാണക്കാട് തങ്ങൾ നടത്തി, ഒരുപാട് ക്ഷേത്ര കമ്മിറ്റികളും ചർച്ചുകളും മഹല്ല് കമ്മിറ്റികളും സാംസ്കാരിക രംഗത്തുള്ളവരും വ്യാപാരികളും വ്യവസായികളും ഒക്കെ ഇഫ്താർ പാർട്ടി നടത്തുകയും എല്ലാവരെയും പങ്കെടുപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു നല്ല കാലമാണ് ഇത് എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതങ്ങനെ കാത്തു സൂക്ഷിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. വെറുപ്പ് പ്രചരിപ്പിക്കുന്ന, വർഗീയത പ്രചരിപ്പിക്കുന്ന ആളുകൾക്കും കേന്ദ്രങ്ങൾക്കും എതിരെ നമ്മുടെ നാട്ടിലെ എല്ലാ ജാതി മതസ്ഥരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിൽക്കണം എന്നാണ് പെരുന്നാളിന് എനിക്ക് പറയാനുള്ളത്. നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടും നമ്മുടെ കുടുംബാദികളെ കാണാൻ വേണ്ടി പോകുക, ലഹരി ഉപയോഗിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് ഇബാദത്താണ്. ഈ സന്ദേശം നൽകിക്കൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.